സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. ഒരു ഗ്രാമം മുഴുവൻ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ 150-ലേറെ പേർ ഒറ്റവേദിയിൽ എത്തുന്ന, നാടിൻ്റെ കലാ സാംസ്കാരിക ഭൂമികയിൽ വേറിട്ട ദൃശ്യാനുഭവം സൃഷ്ടിക്കുന്ന ചൈത്രസന്ധ്യയ്ക്ക് ഫെബ്രുവരി 8 തിരിതെളിയും. ഹരിത കുറിഞ്ഞാലിയോടിൻ്റെ 30ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കൊളക്കാട്ട് കൃഷ്ണൻ്റെ സ്മരണയ്ക്കായി ഗോകുലൻ ഗോപാലൻ നിർമ്മിച്ചു നൽകിയ കൊളക്കാട്ട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി കെട്ടിടോദ്ഘാടന ചടങ്ങിലാണ് വ്യത്യസ്തമായ ചൈത്രസന്ധ്യ പരിപാടി അരങ്ങേറുന്നത്. ഒരു മാസത്തിലേറെയായി നടക്കുന്ന ചൈത്രസന്ധ്യയുടെ റിഹേഴ്സൽ ക്യാമ്പിലെ വിശേഷങ്ങളും അനുഭവങ്ങളും കാണാം. പെണ്ണിന്റെ മാനത്തിനു വേണ്ടി ആദ്യത്തെ പെൺരക്തസാക്ഷിയാണ് ഞാൻ. എന്റെ നാട്ടിൽ എന്റെ അനുജത്തിമാർക്ക് വഴി നടക്കാൻ പറ്റാത്ത ഇടവഴി. അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരി. നരജീവിതത്തിൻ മഹത്വം നിലയ്ക്കാതെ മൃഗസാമ്യചിത്തനായി ജീവിതം പേറുവാ. ഹരിത കുറിഞ്ഞാലിയോടിൻ്റെ ഈ മെഗാ ദൃശ്യവിസ്മയം കാണാൻ ഹരിതവസന്തത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി മനയത്ത് ചന്ദ്രനും കുടുംബവും സന്ദർശിച്ചു. കൂടാതെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പല ദിവസങ്ങളിലായി എത്തിച്ചേർന്നു. ഹരിത കുറിഞ്ഞാലിയോടിൻ്റെ 30ാം വാർഷികവും കൊളക്കോട്ട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി കെട്ടിടോദ്ഘാടനവും ഫെബ്രുവരി 8 ശനിയാഴ്ച നടക്കാൻ പോകണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കലാകാരന്മാരും അണിനിരക്കുന്ന 150-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു മെഗാ ദൃശ്യവിസ്മയം ഹരിത സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞൊരു മാസമായി ഈ വലിയൊരു ക്യാമ്പ് ഇവിടെ ഉണ്ടാക്കുകയും നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും അമ്മമാരും മുഴുവൻ ആൾക്കാരും ഒരു പ്രദേശത്തിൻ്റെ ഉത്സവമായി മാറ്റിയെടുത്തുകൊണ്ട് ഹരിതയുടെ വാർഷികം ഏറ്റെടുത്തിരിക്കുകയാണ്. ചൈത്രസന്ധ്യയുടെ റിഹേഴ്സൽ ക്യാമ്പ് ഒരു നാടിൻ്റെ ഉത്സവമായി മാറ്റാൻ സംഘാടകർക്ക് കഴിഞ്ഞു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൂട്ടായ്മകളൊക്കെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഈ റിഹേഴ്സൽ ക്യാമ്പുകൾ ഹരിത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദിവസങ്ങളായി ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ, യുവാക്കൾ, മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വൃദ്ധന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹരിതയുടെ 30ാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടി, അതിനുള്ള മുന്നൊരുക്കം തുടങ്ങിയിട്ട് ഏറെ ദിവസങ്ങളായി. അതിൻ്റെ അവസാന മിനുക്കുപണികളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർമ്മപദങ്ങളിൽ 56 വർഷം പിന്നിട്ട ഗോകുലം ഗോപാലന് ജന്മനാടിൻ്റെ സ്നേഹാദരം പരിപാടി ക്രേഷ്മുക്കിൽ നിന്നും ആരംഭിക്കുന്ന പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിക്കും. തുടർന്ന് 7 മണിക്ക് കെട്ടിടോദ്ഘാടനം ഗോകുലം ഗോപാലൻ നിർവഹിക്കും. മുൻമന്ത്രി CK നാണു, മനയത്ത് ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ഹരിത കുറിഞ്ഞാലിയോടിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ചൈത്രസന്ധ്യയിൽ 4 വയസ്സുള്ള കുട്ടികൾ മുതൽ 75 വയസ്സുള്ള അമ്മമാരും ഒട്ടേറെ യുവതി യുവാക്കളും ഉൾപ്പെടെയാണ് 150-ൽ പരം കലാകാരന്മാർ നൃത്ത നടനങ്ങളിലൂടെ നിറഞ്ഞാടുന്ന ദൃശ്യവിസ്മയം വേദിയിലെത്തിക്കുന്നത്. പ്രസ്തുത പരിപാടിയിൽ കേരളത്തിലെ സംഭവ വികാസങ്ങൾ നവീനമായ രംഗസംവിധാനങ്ങളിലൂടെ ആവിഷ്കരിക്കുമെന്ന് ഡയറക്ടർ പറഞ്ഞു. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അങ്ങനെ ആ ഗ്രാമത്തിന് നാടകത്തിലേക്കും മൺമറഞ്ഞു പോയ കലയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതുപോലെയുള്ള വേറൊരു ഗ്രാമത്തിലേക്ക് പോകും. അവിടെ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കലകളെയും നമ്മളെ കലാരൂപങ്ങളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുവാനും അതിൻ്റെ ഒപ്പം തന്നെ നാടകപ്രവർത്തനം എന്താണെന്നും നാടകം നമ്മളെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ കൊല്ലം ഓരോ ഗ്രാമങ്ങളിലേക്ക്. ഇപ്പോൾ എൻ്റെ കണക്കിൽ തന്നെ 150 ആളുണ്ട്. തൊട്ട് മുന്നേ ഞാൻ കല്ലേരി ഒരു ഗ്രാമത്തിൽ ചെയ്തത് ഒരു 80 ആളെ വെച്ചിട്ടൊരു നാടകമാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ 4 പ്രാവശ്യമായിട്ട് 4 നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് 300-400 കുട്ടികളെ വെച്ച പരിപാടി ചെയ്യുന്നുണ്ട്. അടുത്തതിങ്ങനെ വേറൊരു ഗ്രാമത്തിലേക്ക് പോകേണ്ട ഒരു ശ്രമമാണ്. എൻ്റെ ലക്ഷ്യം ഇതാണ്, ഓരോ ഇങ്ങനെ പോയിട്ട് കൊല്ലത്തിലൊരു പരിപാടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതായത് നമ്മൾ ഒരു കലാരൂപം എന്ന് പറയുന്നത് നമ്മൾ ആനുകാലിക വിഷയം ചർച്ച ചെയ്യപ്പെടണം, നമ്മൾ ഇന്നലകൾ ചർച്ച ചെയ്യപ്പെടണം, പിന്നെ എല്ലാ വിഷയവും ചർച്ച ചെയ്യണം, ആസ്വദിക്കാൻ കഴിയണം, നൃത്തം ഉണ്ടാകണം, പാട്ടുണ്ടാകണം, അഭിനയം ഉണ്ടാകണം, എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ അത് ജനങ്ങൾ ആസ്വദിക്കുമെന്ന് ഞാൻ പല പ്രാവശ്യവും പല സ്ഥലത്തും പരിപാടി ചെയ്തപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ഒരുപാട് ആൾക്കാർക്ക് 80 വയസ്സുള്ള അമ്മ മുതൽ 5 വയസ്സുള്ള കുട്ടി വരെ ഒരിക്കൽ പങ്കെടുക്കാൻ പറ്റും. നാടകമാകുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. എൻ്റെ പേര് ശ്രീജിത്ത് ഉറുമാണ്ടി. ഞാൻ സുജാത മാഷ കൂടെ 10-15 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈത്രസന്ധ്യയ്ക്ക് ശേഷം രാത്രി 9 മണിക്ക് നടക്കുന്ന കണ്ണൂർ റോക്ക് മ്യൂസിക് ബാൻഡിൻ്റെ ഗാനമേളയോടെ ഹരിതവസന്തം സമാപിക്കും. പാട്ടുമായെത്തുന്ന മലയാളമേ വാഴ്ക, അരുവി മലയാളമേ. പഴമൊഴി